ഹൃദയത്തിന്റെ താക്കോലുമായിട്ടായിരുന്നു അവർ നമ്മുടെ വീട്ടുപടിക്കലുകളിൽ എത്തിയിരുന്നത്. ഭൂതവും ഭാവിയുമെല്ലാം തത്ത പറയും പോലെ. മനുഷ്യനും സഹജീവികളും പരസ്പരം പൂരകങ്ങളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പക്ഷിശാസ്ത്രം. ഇവിടെ തത്തകളിലൂടെ പക്ഷിശാസ്ത്രജ്ഞൻ കഥ പറയുന്നു. ഉള്ള കാര്യം പറ. ദൈവത്തെ പ്രാർത്ഥിച്ചെടുക്കണേ, ദൈവത്തെ ആലോചിച്ച് സത്യ വായ്ക്കാട്ട്, ദൈവ വാക്കാട്ടെടുക്ക, സത്യം സത്യമായിട്ട്, ഉള്ളത് ഉള്ളതാട്ട്, ദൈവത്തെ പ്രാർത്ഥിച്ച് സത്യം സത്യമായിട്ട് എടുക്ക. സഹോദരന്റെ സമയം കൊള്ളുമാ, നല്ലായി വരുമാ, രക്ഷപ്പെടുമാ, ഉദ്ദേശ കാര്യം സാധിക്കുമാ, നല്ല സമയം ഉണ്ടാ, നോക്കിയെടുക്ക, സത്യം പറ. പക്ഷിശാസ്ത്രത്തിന്റെ ആധികാരികതയും വിശ്വാസ്യതയും ഇവിടെ പ്രതിപാദ്യ വിഷയമാകുന്നില്ല. പലർക്കും വിശ്വാസമുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസ്യത ഒട്ടും തന്നെ ഇല്ലായിരിക്കാം. എങ്കിലും നാട്ടറിവിന്റെയും നന്മയുടെയും താക്കോലുമായി നടന്ന പക്ഷിശാസ്ത്രം ഇന്ന് അന്യം നിന്ന് പോകുന്നു. പക്ഷിശാസ്ത്രം പറയാൻ, മുഖലക്ഷണം പറയാൻ, പക്ഷിശാസ്ത്രം പറയാൻ ചിരപരിചിതമായി ഈ ശബ്ദം ഗ്രാമീണ വഴികളിൽ പിന്നെ പിന്നെ കേൾക്കാതെയായി. പക്ഷിശാസ്ത്രം പറയാൻ, മുഖലക്ഷണം പറയാൻ. ഇത് മധുര സ്വദേശിയായ സന്തോഷ്. 20 വർഷമായി ഈ തൊഴിൽ ചെയ്യാൻ ഇറങ്ങിയിട്ട്. സന്തോഷിന് പറയാനുള്ളത് കേൾക്കുക. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇത്ര കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷകാലം പണ്ട് അച്ഛൻ്റെ കാലത്ത് വരെ ഇത് തന്നെ. അച്ഛൻ്റെ കാലത്തിനും പണ്ട് വർഷകാലം ഇതുകൊണ്ടാണ് ഞങ്ങൾ എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇതുകൊണ്ട് വലിയ പണക്കാരായിട്ട് ജീവിച്ചിട്ടില്ല, ചില പാവപ്പെട്ടതായിട്ട് ജീവിച്ചില്ല. ഒരു വൈറ്റ് പ്രശ്നമില്ലേ, അതുകൊണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു പുതുതലമുറ വന്നതോടെയാണ് പക്ഷിശാസ്ത്രം ഉൾപ്പെടെയുള്ളവ അന്യം നിന്ന് പോയതെന്നാണ് ചിലരുടെ പക്ഷം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കാണാനും ഇത് കേൾക്കാനുമുള്ള നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ഇതിലൊന്നും താല്പര്യമുള്ള ആൾക്കാരല്ല. ഇപ്പം ഏതൊരു കുട്ടി എടുത്താലും പക്ഷിശാസ്ത്രം അയാൾക്കൊന്നും പറഞ്ഞുകൂടെ, അയാൾ ചുമ്മാ പക്ഷിയും കൊണ്ട് നടക്കുന്ന ഇതാണെന്നൊക്കെയാണ് ഇനിയുള്ള. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാലശേഷം കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ് എൻ്റെ തോന്നൽ. ദൈവങ്ങളുടെ ചിത്രങ്ങൾ കാട്ടി അവർ നമുക്ക് കഥ പറഞ്ഞു തന്നു. ആഖ്യാനത്തിന്റെ വേറിട്ടൊരു രീതി. മരിച്ചാൽ വീട്ടിൽ എന്നും വറുത്തുപോക്കുണ്ട്. അത് നല്ല ദിവസം പ്രാർത്ഥന ചെയ്യണം. പ്രാർത്ഥന കൊണ്ട് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവും. ഒടുവിൽ ഭൂതവും ഭാവിയുമൊക്കെ പറഞ്ഞു തരാൻ അവർക്കും കേൾക്കാൻ നമുക്കും സമയമില്ലാതെയായി.